ഹലോ ഹലോ, ഇവിടെ ആരും ഇല്ലയോ? എന്തോ സാറേ? ആ, മനസ്സിലായോ? ലൈമാനല്ലയോ? അതല്ല, എന്തിനാ വന്നത് മനസ്സിലായോ? ഇല്ല സാറേ, മനസ്സിലായില്ല. 5488 ലാസ്റ്റ് നമ്പര്. അല്ല, 6020. കൺസ്യൂമർ നമ്പരോ? അല്ല, എന്റെ ഫോൺ നമ്പർ ആണല്ലേ. അപ്പൊ ഫോൺ നമ്പർ അല്ല, കൺസ്യൂമർ നമ്പർ, KSEB. അത് കറക്റ്റ്. ആണല്ലോ. അപ്പൊ ഇന്നലെ ആയിരുന്നു കരടിയാർ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അടച്ചില്ല. എന്നിട്ട് കണ്ടുപോലെ അടച്ചില്ലയോ? ആരോടാ? അത് സാറിനോട്. അയ്യോ, ഞങ്ങളുടെ ഇപ്പൊ ഈ അടുത്ത ആഴ്ചയിലേ ഉള്ളൂ. ഇവിടുത്തെ കാര്യം പറഞ്ഞത്. ഇവിടുത്തത് കറണ്ട് ചാർജ് അടയ്ക്കാൻ ചേട്ടൻ ഇന്നലെ പോയായിരുന്നല്ലോ. പക്ഷെ അവിടെ വന്നിട്ടില്ല, കരണ്ട് ചാർജ് അടച്ചിട്ടില്ല. പൈസയും സംഘടിപ്പിച്ചോണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാൻ പോയതായിരുന്നു. ചേട്ടൻ പറഞ്ഞായിരുന്നു KSB പോയപ്പോ മഴക്കോള് കാരണം ഇങ്ങനെ പോകുന്നെന്ന്. മഴക്കോള് കാരണം കരണ്ട് ചാർജ് അടയ്ക്കാൻ നേരം പോരുന്നേ. ഈ KSBയില് മഴക്കോള് വന്നു കഴിഞ്ഞാൽ അന്നേരം കറണ്ട് പോകുമല്ലോ, അതുകൊണ്ട് ചേട്ടനിങ്ങി വന്നതാ. ശരി, അപ്പൊ നമുക്കിട്ട് പണിയായിരുന്നില്ലേ? പൈസ കൊണ്ട് പോയത് KSEBിലോട്ടായിരുന്നോ അതോ ബ്യൂറോയിലോട്ടായിരുന്നോ? അതെനിക്കറിയത്തില്ല സാറേ. പോയത് എങ്ങോട്ടാന്ന് അറിയത്തില്ലെങ്കിലും വന്ന് കയറുമ്പോൾ അറിയാമല്ലോ എവിടുന്നാ വന്നേന്ന്. അപ്പൊ എന്തോ ചെയ്യാനാ, ഇതിപ്പോ കട്ട് ചെയ്യുക തൽക്കാലം. അയ്യോ സാറേ, ഫ്രിഡ്ജിലാണെങ്കിലേ ഇൻസുലിൻ മരുന്നൊക്കെ ഉണ്ട്. അല്ല, ഇച്ചിരി തലക്കറിയും ചക്ക വേവിച്ചത് കൊണ്ടായിരുന്നു, അത് വളിച്ചു കൊടുത്തില്ലേ. ചക്ക വളിച്ചു, തലക്കറി മുളകിട്ട് അരച്ചാൽ 2 ദിവസം ഇരിക്കും, കഴിക്കാം കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇന്ന് 11 മണിക്ക് മുമ്പ് എങ്ങനെ അടയ്ക്കാൻ പറ്റുമോ? അത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല സാറേ. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഇപ്പൊ ഞാൻ കട്ട് ചെയ്യുക. ഇന്ന് തന്നെ കൊണ്ട് അടയ്ക്കാമെങ്കിലേ ഞാനിങ്ങ് വരാം. ഞാന് കറങ്ങി ഇങ്ങനെ വരുമ്പോഴേക്കും കരണ്ട് ചാർജ് അടയ്ക്കാമെങ്കിൽ ഞാൻ കൈയൊടുങ്ങി വന്ന് കുത്തിത്തരാം കേട്ടോ. നമ്മളങ്ങനെ പോരുന്നതിൽ നമുക്ക് വിഷമമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഭർത്താവിന് എന്തോ ജോലി? പെയിന്റിങ് പണിയായിരുന്നു, ഇപ്പം പണി ഇച്ചിരി കുറവായിരുന്നു. ഇതാ ഭർത്താവ്. ഇതാ സാറേ ആള്. അയ്യോ, നല്ല പരിചയമുണ്ടല്ലോ ഇത്. പേരെന്തോ? രാജേഷ് PP. രാജേഷ് PP? അതെ. ഈ പെടലിക്ക് ഇവിടെ ഒരു കറുത്ത പാടുള്ള അതാണോ? പല്ലിച്ചിരി വിട ഉണ്ടല്ലോ ഇവിടെ. അവന്റെ വീടാണോ ഇത്? സാററിയാവോ? സാറേ, പരിചയക്കാരൊക്കെ ആയതുകൊണ്ട് തൽക്കാലം ഇതൊന്നും ഊരാതിരിക്കാൻ പറ്റുമായിരുന്നോ? അയ്യോ, അത് പറ്റത്തില്ല. നിയമത്തിന്റെ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്നിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നില്ല, എങ്ങനെങ്കിലും ഇന്ന് വൈകുന്നേരം മുമ്പ് ഒന്ന് പൈസ അടയ്ക്കാമെങ്കിലേ ഞാൻ വന്ന് ഇവിടെ തന്നെ കുത്തിക്കോളാം. എന്റെ ജോലിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ കേട്ടോ. അപ്പോ രാജേഷ് വരുമ്പോ പറയണം, അവന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന അനില് ഇവിടെ വന്നിരുന്നു. കുരുട്ടനിൽ എന്ന് പറഞ്ഞാൽ മതി, അവനറിയാം. അവനൊരു ഷോക്ക് ആയിക്കോട്ടെ. ഓക്കെ. പിന്നെ അയാള് കറണ്ടും കട്ട് ചെയ്ത് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. ഞാൻ പിന്നെ എന്തോ എടുത്ത് വെച്ചാൽ അയാൾക്ക് ഷോക്ക് കൊടുക്കുന്നത്.